നമ്മുടെ ബാങ്കുകളിൽ എസ് ബി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ക്യാഷിന് ഇൻട്രസ്റ്റ് പലിശ ലഭിക്കാറുണ്ട്. അത് 2.5% മുതൽ ഏകദേശം മാക്സിമം പോയാൽ 4% വരെയാണ് പലിശ. 90% ബാങ്കുകളും 3% പലിശ നൽകുന്നത്. അല്പം ചില ബാങ്കുകൾ 2.5%, 2.25%, വളരെ തുച്ഛം ബാങ്കുകൾ മാത്രം 3.5-4% നൽകുന്നതുമുണ്ട്. 3% എന്ന ഭൂരിഭാഗം ബാങ്കുകളുടെ കണക്ക് വെച്ച് നോക്കാം. 1,00,000 രൂപ എസ് ബി അക്കൗണ്ടിൽ നിക്ഷേപിച്ച വ്യക്തിക്ക് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 1,03,000 ക്യാഷ് ലഭിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ സഹിതമാണെങ്കിൽ 1,03,500 രൂപ പോയാൽ മാക്സിമം ഉണ്ടാകും. എന്നാൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ്റെ നിരക്ക് 4% മുതൽ 5.5% വരെയാണ്. ഒരു ശരാശരി എടുക്കുകയാണെങ്കിൽ 5% തന്നെ എടുക്കാം. അതായത് 1,00,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ച വ്യക്തിക്ക് തൊട്ടടുത്ത വർഷം അത് തിരികെ ലഭിക്കുമ്പോൾ മുമ്പ് നിക്ഷേപിച്ച അന്നത്തെ മൂല്യം ലഭിക്കുകയില്ല. കാരണം ഓരോ വസ്തുക്കൾക്കും വില വർദ്ധിച്ചു, പണത്തിൻ്റെ മൂല്യം ചുരുങ്ങി. അതുകൊണ്ട് ചുരുക്കത്തിൽ അവന് 1,05,000 രൂപ നേടിയെങ്കിൽ മാത്രമാണ് അവൻ്റെ മൂല്യത്തോട് അല്പമെങ്കിലും കിടപിടിക്കുക. അതാണ് അവൻ്റെ സമ്പത്തിൻ്റെ മൂല്യം. അപ്പോൾ എസ് ബി അക്കൗണ്ടിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ 2.5%-3% പലിശ വാങ്ങുന്ന വ്യക്തി സത്യത്തിൽ അവൻ്റെ സമ്പത്തിൻ്റെ മൂല്യം പോലും ഓരോ വർഷവും തിരികെ നേടുന്നില്ല. ഒന്നുകൂടി വ്യക്തമാക്കി സുതാര്യമാക്കി പറയുകയാണെങ്കിൽ ഓരോ വർഷവും 2.5% രൂപ അവൻ ബാങ്കിന് സൗജന്യമായി വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തീരെ ഇൻട്രസ്റ്റ് വാങ്ങാത്തവരുണ്ട്. പലിശ നിഷിദ്ധമാണ് എന്ന സങ്കല്പത്തിൽ അവരാകട്ടെ ഓരോ വർഷവും 5% ക്യാഷ് ബാങ്കുകൾക്ക് സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പരോക്ഷമാണ് എന്ന് മാത്രം. ഇനി മറ്റൊരു അക്കൗണ്ട് ഉണ്ട്, അതായത് FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന സംവിധാനം. എല്ലാ ബാങ്കുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് പതിവുണ്ട്. അത് 6% മുതൽ 7.5% വരെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. ഏകദേശം 75% ബാങ്കുകളും 6.5% നൽകുന്നത്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്നത് 1,06,500 രൂപ പ്ലസ് അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സഹിതം ആണെങ്കിൽ 1,07,000 രൂപ മാക്സിമം ഉണ്ടാകും. ഇനി സീനിയർ സിറ്റിസനാണെങ്കിൽ അല്പം ഇൻട്രസ്റ്റ് അധികമുണ്ട്, ഒരുപക്ഷെ 7% ഇൻട്രസ്റ്റ് ഉണ്ടാകും. അവർ തിരികെ നേടുന്നത് 1,07,500 അല്ലെങ്കിൽ 1,08,000 മാക്സിമം അവരുടെ പണമായിട്ട് തിരികെ ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ FD അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് ഇൻഫ്ലേഷൻ്റെ നിരക്കിനേക്കാൾ കൂടുതലുള്ളതാണെങ്കിൽ അത് ഒരുപക്ഷെ നിഷിദ്ധമായ പലിശയാണ്. കാരണം അവൻ്റെ മൂല്യം ഇടിഞ്ഞത് സ്വാഭാവികമായി 5%. അവൻ തിരികെ നേടിയത് 7% അല്ലെങ്കിൽ മാക്സിമം 8%. അപ്പോൾ ആ ഇൻഫ്ലേഷൻ്റെ തോതിനേക്കാൾ കൂടുതൽ നേടിയ കാശ് അവൻ്റെ സമ്പത്തല്ല, അത് അന്യൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് അത് ഹറാമായ പലിശയാണ്. അതുകൊണ്ട് ക്യാഷ് ബാങ്കുകളിലെ SB അക്കൗണ്ടിൽ നിക്ഷേപിച്ച് സ്വരൂപിച്ച് വെക്കുന്നവർ വിഡ്ഢികളാണ്. അതുകൊണ്ട് SB അക്കൗണ്ട് എപ്പോഴും മിനിമം ബാലൻസ് പോലും ഇല്ലാതെ 0 കിടക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. കാരണം മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അതിനും ബാങ്കുകൾ ഫൈൻ ഈടാക്കും. കഴിഞ്ഞ വർഷം 9,000-ലധികം കോടി രൂപയാണ് വിവിധ ബാങ്കുകൾ ഫൈനായി ഇങ്ങനെ ഈടാക്കിയത്. ഇതെല്ലാം അന്യരുടെ തൃപ്തിയില്ലാത്ത നിഷിദ്ധമായ ക്യാഷാണ്. പലിശയേക്കാൾ ഹറാമായ കൊള്ള. നാം ബാങ്കുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ കേവലം പലിശ മാത്രമല്ല അതിൽ നിഷിദ്ധമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കൊള്ളയും മറ്റു ഫൈനുകളും ഒക്കെയുണ്ട്. ഇതിൻ്റെ എല്ലാം സമാഹാരമാണ് ബാങ്കിലെ ക്യാഷ്.
പിന്നെ ജപ്തിയും മറ്റു കാര്യങ്ങളും അങ്ങനെ അനന്തമായി പോകുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഒരു ബ്ലേഡ് മാഫിയ തന്നെയാണ്. അതുകൊണ്ട് പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാനോ പറ്റിയ ഒരു മേഖലയല്ല ബാങ്ക്. ഒരുപക്ഷെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് അത് സൂക്ഷിക്കാൻ പറ്റിയേക്കാം, പക്ഷേ അതിനെ പണം എന്ന അർത്ഥത്തിൽ കാണാൻ പറ്റില്ല. കാരണം മൂല്യം ഓരോ വർഷവും ഇടിയുന്നത് കൊണ്ട് നമ്മളുടെ കാശിൻ്റെ ആ മൂല്യം തിരികെ ലഭിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് SB അക്കൗണ്ട്. 1,00,000 രൂപ SB അക്കൗണ്ടിൽ നിക്ഷേപിച്ചൊരു വ്യക്തി 10 വർഷം കഴിഞ്ഞാണ് തിരികെ വാങ്ങുന്നതെങ്കിൽ അവൻ്റെ ആ 1,00,000-ൻ്റെ ഇൻട്രസ്റ്റ് സഹിതം 1,35,000 രൂപയുണ്ടാകും. അതായത് വാർഷിക ഇൻട്രസ്റ്റ് 3% പ്ലസ് അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചേർന്ന് 3.5%. 1,35,000 രൂപ 10 വർഷ ശേഷം തിരികെ ലഭിക്കുന്നു. ആ 10 വർഷം കൊണ്ട് എത്രത്തോളമാണ് ക്യാഷിൻ്റെ മൂല്യം ഇടിഞ്ഞത് കുറഞ്ഞത് എന്ന് നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടമാണ് ഈ തിരികെ ലഭിച്ച കാശ് കൊണ്ട് അവന് സംഭവിച്ചത്. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം നോക്കാം. 1,00,000 രൂപ 10 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തി 7% തന്നെ ഇൻട്രസ്റ്റ് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സഹിതം അവന് തിരികെ ലഭിക്കുന്നത് 1,90,000 രൂപയാണ്. അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സഹിതമാണെങ്കിൽ 1,96,700 രൂപ 7% കണക്കാക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, 10 വർഷം കൊണ്ട് ഏതൊരു വസ്തുവിൻ്റെയും വില ഇരട്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇരട്ടിച്ച ക്യാഷ് അവൻ്റെ സമ്പത്തിൻ്റെ തനി മൂല്യം തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഗവൺമെൻറ് കണക്കാക്കിയ ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇൻഫ്ലേഷൻ്റെ നിരക്കാവുന്ന 5% കൂടുതലുള്ള ക്യാഷിന്, അതായത് 1,96,000 രൂപയിൽ 1,50,000 മുകളിലുള്ള കാശ് പലിശയാണെന്ന് കണക്കാക്കി അത് പാവങ്ങളായ അഗതികളായ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഉചിതം. എന്നാൽ നിങ്ങളുടെ കാശിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ട്, മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് പലർക്കും ഭയമായിരിക്കും. അതിലും നഷ്ടസാധ്യതയുണ്ട്, കാരണം കച്ചവടമാണ്. പകരം ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണത്തെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത്. 2014, അതായത് ഏകദേശം 10 വർഷം മുമ്പ് 1,00,000 രൂപ വീതം നിക്ഷേപം നടത്തിയ 3 ആളുകളെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. 2014 ഒരാൾ SB അക്കൗണ്ടിൽ ക്യാഷ് നിക്ഷേപിക്കുന്നു. 2024 അത് തിരികെ വാങ്ങുന്നു. എങ്കിൽ അവൻ്റെ SB ഇൻട്രസ്റ്റ് സഹിതം അവന് 1,35,000 രൂപ തിരികെ ലഭിക്കുന്നു. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ചെയ്ത വ്യക്തിക്ക് 1,96,000 രൂപ തിരികെ ലഭിക്കുന്നു. അതായത് 2014 1,00,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തി 2024 തിരികെ വാങ്ങുന്നതെങ്കിൽ ആ 1,00,000 രൂപ 1,96,000 രൂപയായി മാറുന്നു. കാര്യമായ നഷ്ടമൊന്നുമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ മൂന്നാമത്തെ ഒരു വ്യക്തി 2014 1,00,000 രൂപയ്ക്ക് ഗോൾഡ് സ്വർണം വാങ്ങി വെക്കുന്നു. 2014 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്ത്യയിലെ വില 2,615 രൂപ. 2,615 രൂപ വെച്ച് ഏകദേശം 33 ഗ്രാം സ്വർണം വാങ്ങാൻ 1,00,000 രൂപ മതി. മാത്രമല്ല അതിൻ്റെ GSTയും മേക്കിംഗ് ചാർജും ഉൾപ്പെടെ ഏകദേശം 97,000 രൂപയ്ക്ക് അന്ന് 33 ഗ്രാം ഗോൾഡ് വാങ്ങാൻ സാധിക്കും. ചുരുക്കത്തിൽ 97,000 രൂപയ്ക്ക്
അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് തന്നെ സങ്കല്പിക്കാം. 1,00,000 രൂപയ്ക്ക് 2014 മൂന്നാമത്തെ വ്യക്തി 33 ഗ്രാം ഗോൾഡ് വാങ്ങിവെച്ചു. 2024 അഥവാ 10 വർഷം കഴിഞ്ഞ് അത് വിൽക്കുകയാണ്. ആ 33 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില, 2024 വില 2,13,500 രൂപ. അതായത് ബാങ്കുകളിലെ SB ഇൻട്രസ്റ്റിനേക്കാളും FD ഇൻട്രസ്റ്റിനേക്കാളും ഏറ്റവും മികച്ച ഏണിംഗ് ആണ് ലഭിച്ചത്. പലിശയുടെ പ്രശ്നമില്ല, ഹറാമിൻ്റെ പ്രശ്നവുമില്ല.